రిగ ప సా నీ సని దని రి సాద ప పమగ ప సని దగ మద ప సగ ప తప మగ రి సారిగ పమగ ప సని దగ మద ప సగ ప తప మగ రి ధని సా ഈശ്വര സമന മിശിഹ മാനവചരിതം രചിച്ചു അമലോത്ഭവയായ കന്യകാമേരിയിൽ നിന്നും പരമാത്മജൻ പിറന്നു. അമലോത്ഭവയായ കന്യകാമേരിയിൽ നിന്നും പരമാത്മജൻ പിറന്നു. നീതി സൂര്യനായ യേശു ദാവീദിന്റെ രാജവംശജൻ. നീതി സൂര്യനായ യേശു ദാവീദിന്റെ രാജവംശജൻ. ത്രിത്വൈക ദൈവം സമ്പൂർണമായി അവനിൽ മനുഷ്യാവതാരം ചെയ്തു. പ്രിയമാനസനവനൊരു ബലിയായി തീർന്നു. കരുണാമയനീശ്വര കൃപയായി വന്നു. പ്രിയമാനസനവനൊരു ബലിയായി തീർന്നു. കരുണാമയനീശ്വര കൃപയായി വന്നു. പാപിയെ തേടി വന്ന ഗുരുവരനെ അടിയനു ശരണം നീ. അന്ധനായി ഞാനിതാ പാദാന്തികത്തിൽ നിൽക്കുന്നു. അന്ധനായി ഞാനിതാ പാദാന്തികത്തിൽ നിൽക്കുന്നു. യേശുവേ നിരക്ഷയേകി ഉൾക്കണ്ണു തുറന്നു തരണേ. ആശ്രയമിനി നീയൊരുവനിലാണെന്നും എങ്ങും ഹൃദയുടേതാണ്. മനസ്സിനെ നീറ്റുമ്പോൾ മറുവഴി നീ തരണേ. കർത്താവേ നീ അറിയുന്നു മനുജന്റെ വേദന. മരണത്തെ ജയിച്ചവൻ നീയല്ലോ. നിനി സനി ധനി രി സ സ ദ പ പ ദ പ ഗ മ സ സ പ പ ഗ മ മ രി ഗ പ പ രി രി ഗ ഗ സ. നീ ധനി രി സ ദ പ പമഗ പ സ നീ ദ ഗ മ ദ പ ഗ സ ഗ പ തപ മഗ രി ധനി സ. ഗ മ ഗ രി ഗ പ രി ഗ സ. നീ സനി ധനി രി സ ദ പ പമഗ പ സ നീ ദ ഗ മ ദ പ ഗ സ ഗ പ തപ മഗ രി സ രി ഗ പമഗ പ സ നീ ദ ഗ മ ദ പ ഗ സ ഗ പ തപ മഗ രി ധനി സ. ഗ രി ഗ മ ഗ പ മ പ രി നി രി ഗ രി സ നി ധ പ. ഗ രി ഗ മ ഗ പ മ പ രി നി രി ഗ രി സ നി ധ പ. ഗ രി ഗ ധ പ പ മ ഗ രി ധ നി രി സ സ സ സ സ സ ഗ മ പ പ പ പ പ ത ധ പ മ ധി നി സ രി ഗ മ മ മ മ മ മ പ ഗ സ ഗ ഗ മ പ പ പ പ പ പ ധ ധ പ മ ധി നി സ രി ഗ മ മ മ മ മ മ പ ഗ സ ഗ സ ഗ പ പ ധ നി സ നി ധ പ മ ഗ പ മ ഗ രി സ നി സ സ സ സ sa ni sa ni sa ni ni pa ni da ni sa da ma ma pa sa ni sa ni ni pa ni da ni sa da ma ma pa sa ni ga ri ri sa ni da pa ma da va ma 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 ga ma pa 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 ri sa pa 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 ri sa ni ni da pa pa ma 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 ga pa pa. Ga ri sa pa 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 ga ri sa ni ni da pa pa ma 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 ga pa pa. Ga ri sa ri ga ma ga ni sa da pa ga sa ga ga ma ma ri ga pa pa ri ri ga ga sa. Ni sa ni da ni ri sa sa da da pa pa da pa ga ma sa sa pa pa ga ma ma ri ga pa pa ri ri ga ga sa. Ni da ni ri sa da pa pa ma ga pa sa ni da ga ma da pa ga sa ga pa da pa ma ga ri sa ri ga
പമഗ പസ നീദഗ മദ പാഗ സഗ പ ദവ മഗരി ധനി സാ ദവ മഗരി ധനി സാ ദവ മഗരി ധനി സാ ഗ പ സ ഗ. ഉണരൂ പ്രഭാതമേ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ശാലോമിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഈശ്വര സമനാം മിശിഹ മാനവചരിതം രചിച്ചു എന്നൊരു ക്രിസ്തീയ കീർത്തനത്തിൽ നിന്നാണ് ഇന്നത്തെ ചിന്ത നമ്മൾ സ്വീകരിക്കുന്നത്. ശാസ്ത്രീയ സംഗീതം പഠിക്കുന്ന കുട്ടികൾക്ക് ക്രിസ്തീയ ആദർശങ്ങളുള്ള കീർത്തനങ്ങൾ കുറവായതുകൊണ്ട് ആ രീതിയിൽ രചിക്കപ്പെട്ട ഒരു കീർത്തനമാണിത്. ഈ കീർത്തനത്തിൽ ഈശോ മിശിഹായെക്കുറിച്ച്, നമ്മുടെ രക്ഷകനെക്കുറിച്ച്, അവിടുന്ന് കൊണ്ടുവന്ന രക്ഷയെക്കുറിച്ചൊക്കെയാണ് വിശദീകരിക്കുന്നത്. ആദ്യമായിട്ടിവിടെ പറയുന്നത് മിശിഹ ഈശ്വര സമനാണെന്നാണ്. നമ്മുടെ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു ഈശോ ദൈവത്തിൻ്റെ അവതാരമാണ്, ദൈവം തന്നെയാണെന്ന്. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈശോ ദൈവത്തിൻ്റെ സമനാണ് എന്ന് പറഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം സുവിശേഷത്തിൽ ഈശോ തന്നെ അവതരിപ്പിച്ചത് ആ രീതിയിലാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കേൾക്കുന്നവൻ പിതാവിനെ കേൾക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ പിതാവിനെ സ്വീകരിക്കുന്നു, എൻ്റെ പ്രവർത്തികൾ പിതാവിൻ്റെ പ്രവർത്തികളാണ്, ഞാനും പിതാവും ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തുടർന്ന് ഈ രീതിയിലൊരു വിശദീകരണം നൽകി. നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന ആ ദൈവത്തെയാണ് ഞാൻ പിതാവേ എന്ന് വിളിക്കുന്നത്. ഇതിലൂടെ ഈശോ വ്യക്തമാക്കി എന്നെ കാണുന്നവൻ എൻ്റെ ദൈവത്തെ തന്നെയാണ് കാണുന്നതെന്ന്. അങ്ങനെ മനുഷ്യൻ്റെ മുമ്പിൽ ഈശോ തന്നെ അവതരിപ്പിച്ചത് വളരെ സ്വീകാര്യമായ ഒരു രീതിയിലാണ്. അതുകൊണ്ടാണ് ഈശ്വര സമനാം മിശിഹ എന്ന് പറഞ്ഞത്. ഈശ്വര സമനാം മിശിഹ മാനവചരിതം രചിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവം ചരിത്രത്തിൽ ഇറങ്ങി വന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ദൈവം ഒരു സങ്കല്പമാണ്. അങ്ങ് വിദൂരത്തിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവം. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയല്ല. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ ശരീരമെടുത്ത് ഭൂമിയിൽ വന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ചരിത്ര പുരുഷനാണ്. നസറായനായ യേശു നസ്രത്തിൽ ജീവിച്ചവനാണ്, ചരിത്ര പുരുഷനാണ്. ആ നസ്രായനായ യേശു ആണ് ക്രിസ്തു. എന്തുകൊണ്ടാണ് യേശു ആണ് ക്രിസ്തു എന്ന് പറയുന്നത്? ക്രിസ്തു എന്ന അവതാര പുരുഷനെ കുറിച്ച് മുൻകൂട്ടി പ്രവചനങ്ങളുണ്ട്. പഴയ നിയമകാലത്തെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ക്രിസ്തു വരും, മിശിഹ വരുമെന്ന് പ്രവചനമുണ്ട്. ആ മിശിഹ വരുമ്പോൾ ആ മിശിഹായെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളുണ്ട്. അങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ അടയാളങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന്, അവൻ കന്യകയിൽ നിന്നാണ് പിറക്കുന്നത്, അതുപോലെ അവൻ യൂദാ വംശത്തിൽ നിന്നാണ് പിറക്കുന്നത്, അതുപോലെ അവൻ ദാവീദിന്റെ കുടുംബ പരമ്പരയിൽ നിന്നാണ് വരുന്നത് എന്നെല്ലാമുള്ള പ്രവചനങ്ങളുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ ഈശ്വര സമനാം മിശിഹ മാനവചരിതം രചിച്ചു. അമലോത്ഭവയായ കന്യകാമേരിയിൽ നിന്നും പരമാത്മജൻ പിറന്നു. ദാവീദിന്റെ വംശത്തിലാണ് അവൻ പിറന്നത് എന്ന് പറയാൻ കാരണം
രിഗ പ രിഗ സാ നീ സനി ധനി രി സാദ പ പമഗ പ സനി ദഗ മദ പ സഗ പ തപ മഗ രി സാരിഗ പമഗ പ സനി ദഗ മദ പ സഗ പ തപ മഗ രി ധനി സാ ഈശ്വര സമന മിശിഹ മാനവചരിതം രചിച്ചു അമലോത്ഭവയായ കന്യകാമേരിയിൽ നിന്നും പരമാത്മജൻ പിറന്നു. അമലോത്ഭവയായ കന്യകാമേരിയിൽ നിന്നും പരമാത്മജൻ പിറന്നു. അതുപോലെ അവനെക്കുറിച്ചുള്ള മറ്റൊരു കാര്യം, അവൻ നീതിസൂര്യനാണ് എന്നുള്ളതാണ്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നീതിമാൻ എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായൊരർത്ഥമുണ്ട്. നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവനീതി നടപ്പാക്കുന്നവനെന്നാണ്. എന്താണ് ദൈവനീതി? ദൈവനീതി, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോടുകൂടെ ജീവിക്കണമെന്നുള്ളതാണ്. ആദ്യ മാതാപിതാക്കന്മാരെ കുറിച്ച് നമുക്കറിയാം. ബൈബിൾ ഒരു വെളിപാട് പോലെ പറയുന്നു, അവർ പറുദീസായിലാണ് സൃഷ്ടിക്കപ്പെട്ടത്, ഏദൻ തോട്ടത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവത്തിൻ്റെ കൂട്ടായ്മയിലാണ് അവർ ആയിരുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ആക്കിയത് കൊടുങ്കാട്ടിലൊന്നുമല്ല, മരുഭൂമിയിലുമല്ല. പിന്നെയോ ഏദൻ തോട്ടത്തിലാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സംരക്ഷണമുള്ളിടത്ത് ദൈവത്തോട് സഹവസിക്കുന്നവനായിട്ടാണ്. ആ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നത്, ദൈവത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ച് വേർപെട്ടു പോകുന്ന അനീതിയാണ്. അങ്ങനെ ആദ്യ മാതാപിതാക്കന്മാർ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. അങ്ങനെ ദൈവത്തെ ധിക്കരിച്ച് അവർ സാത്താൻ്റെ വാക്ക് കേട്ട് പോയപ്പോൾ അതൊരു കടുത്ത അനീതിയായിരുന്നു. ദൈവത്തോടുകൂടെ വസിക്കേണ്ടവൻ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് സ്വന്തം ഇഷ്ടാനുസരിച്ച് അകന്നുപോയി. ഈ അനീതിയെ ഇല്ലെന്നാക്കണമെങ്കിൽ ദൈവത്തെങ്കിലേക്ക് അവൻ തിരിച്ചു വരണം. അതുകൊണ്ടാണ് ഈശോ നീതിസൂര്യനാണെന്ന് പറയാൻ കാരണം. ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശം അതാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ദൈവം പാപം ചെയ്ത മനുഷ്യനെ കൈവിടുകയല്ലെന്നും പാപം ചെയ്ത മനുഷ്യനെ പാപം ചെയ്യാത്തവനെ പോലെ പരിഗണിച്ച് സ്വീകരിക്കാൻ തയ്യാറാണെന്നും അവനെ വിശ്വസിപ്പിക്കണം. അങ്ങനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലെ അവിടുത്തെ ജീവിതം മുഴുവൻ ആയിരുന്നത്. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഞാൻ പാപിയെ തേടിയാണ് വന്നത്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, അതുപോലെ പാപികൾക്കാണ് എന്നെ കൊണ്ട് ആവശ്യം. അതുകൊണ്ട് പാപിയെ സ്വീകരിക്കാനും അവർക്ക് നഷ്ടപ്പെട്ടു പോയ കൃപ സൗജന്യമായി തിരിച്ചു നൽകാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഭയപ്പെടണ്ട, ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നവനല്ല, നിങ്ങളെ രക്ഷിക്കുക മാത്രം ചെയ്യുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് തിരികെ വിളിക്കുകയാണ്. ഒരു ദൈവത്തിനും പാപിയെ വേണ്ടല്ലോ, എന്നാൽ സത്യദൈവത്തിന്, മനുഷ്യാവതാരം എടുത്ത് ഈ ഭൂമിയിൽ വന്ന ദൈവത്തിന് പാപിയെ ആവശ്യമുണ്ട്, എല്ലാ മനുഷ്യരെയും ആവശ്യമുണ്ട്. ആരെയും വിലമതിക്കുന്നവനാണ് അവിടുന്ന്. അവിടുന്ന് ഒരിക്കലും ആരെയും തള്ളിക്കളയില്ല. കാരണം എല്ലാവരും ദൈവത്തിന് വിലയുള്ളവരാണ്. നീതി സൂര്യനായ യേശു ദാവീദിന്റെ രാജവംശജൻ. നീതി സൂര്യനായ യേശു ദാവീദിന്റെ രാജവംശജൻ. ത്രിത്വൈക ദൈവം സമ്പൂർണമായി അവനിൽ മനുഷ്യാവതാരം ചെയ്തു. പ്രിയമാനസനവനൊരു ബലിയായി തീർന്നു. കരുണാമയനീശ്വര കൃപയായി വന്നു. പ്രിയമാനസനവനൊരു ബലിയായി തീർന്നു. കരുണാമയനീശ്വര കൃപയായി വന്നു. പാപിയെ തേടി വന്ന ഗുരുവരനെ അടിയനു ശരണം നീ.
ഗാനത്തിലൂടെ നമ്മൾ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയമാനസൻ അവനൊരു ബലിയായി തീർന്നു. ഈശോ എന്തിനാണ് തന്നെ ബലിയായി സമർപ്പിച്ചത്? ബലപ്രയോഗത്തിലൂടെ ഈശോ ആരും പിടിച്ചെടുത്തതല്ല, അവിടുന്ന് വിട്ടുകൊടുത്തതാണ്. ആദ്യമായിട്ട് ഈശോയെ പിടിക്കാൻ വന്നവർ പുറകോട്ട് തലതല്ലി വീഴുകയായിരുന്നു. അങ്ങനെ വീണ് കിടന്നവരോട് ഈശോ ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ അന്വേഷിക്കുന്നു. അത് ഞാനാണ്, എന്നെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്താണ്. എന്തിനു വേണ്ടിയാണ് ഈ മഹാത്യാഗം ചെയ്തത്? അതിന് കാരണം മനുഷ്യനെ വിശ്വസിപ്പിക്കണം. എന്ത് വിശ്വസിപ്പിക്കണം? എത്ര മഹാപാതകം ചെയ്തവരെയും ദൈവം കൈവിടാതെ കൂടെ നിർത്തും എന്ന്. അതുകൊണ്ട് യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലുക എന്നതിനേക്കാൾ വലിയൊരു പാതകം നടക്കാനില്ല. അത്ര വലിയ അക്രമമാണത്, അത്ര വലിയ അനീതിയാണത്, അത്ര വലിയ ക്രൂരതയാണത്. കാരണം നിരപരാധിയാണ് അവിടുന്ന്, ഒരു തെറ്റും ചെയ്യാത്തവനാണ്. അങ്ങനെയുള്ള ഈശോയെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴും അവിടുന്ന് പറഞ്ഞതെന്താണ്? ഇവർ ചെയ്തത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഇവിടെ ദൈവത്തിൻ്റെ മഹത്തായ ഒരു സ്വഭാവം നാം കാണുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം? അത് സ്നേഹമാണെന്ന് നമുക്കറിയാം. പക്ഷെ അതിനെ വ്യാഖ്യാനിച്ചാൽ ആ സ്നേഹത്തെ നമ്മളിങ്ങനെ വിശദീകരിക്കേണ്ടി വരും. ദൈവം പാപം ചെയ്ത മനുഷ്യനെ പാപം ചെയ്തവരെ പോലെ കാണുന്നില്ല, പാപം ചെയ്യാത്തവരെ പോലെ കാണുന്നു എന്നുള്ളതാണ്. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം മനുഷ്യരുടെ പാപങ്ങൾ അവർക്കെതിരെ പരിഗണിക്കുന്നേയില്ല. പിന്നെയോ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി മനുഷ്യനെ ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചു എന്ന്. അതെ, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ദൈവത്തോട് അനുരഞ്ജനപ്പെടാൻ കഴിയാതെ അകന്നു മാറിയിരുന്നു എന്നുള്ളതാണ്. അതൊരു തെറ്റിദ്ധാരണയിൽ നിന്നാണ്. അതാണ് അന്ധനായി ഞാനിതാ തിരുമുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞത്. ഇതൊരു അന്ധതയാണത്, അസത്യത്തിൻ്റെ അന്ധത, അറിവില്ലായ്മയുടെ അന്ധത. പാപം ചെയ്തവരെ ദൈവം സ്വീകരിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ മനുഷ്യനുണ്ടായിരുന്നു. മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ പേരിൽ ദൈവം കോപിച്ചു എന്നൊരു ചിന്ത, ദൈവസ്വീകാര്യത അതുകൊണ്ട് മനുഷ്യനില്ല എന്ന ചിന്ത, ഈ ചിന്തയിൽ നിന്നാണ് ബലിയർപ്പണം വന്നത്. പഴയ നിയമത്തിൽ നാം ഉടനീളം കാണുന്നു ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ബലിയർപ്പിക്കുന്ന മനുഷ്യനെ. പൗലോസ്ലീഹ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികള്, പാപമോചനത്തിന് ഉതകാത്ത ബലികള് ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ബലിവേദിയിൽ വരുന്നു, ബലിയർപ്പിക്കുന്നു, പോകുന്നു. എന്നാൽ യേശു ക്രിസ്തു ആകട്ടെ തൻ്റെ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പാപമോചനം നൽകിയെന്ന്. എന്താണ് അതിന് കാരണം? യേശു ക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിലൂടെ അവിടുന്ന് വിശദമാക്കി, വിശ്വാസയോഗ്യമായ രീതിയിൽ അവിടുന്ന് പറഞ്ഞു, മനുഷ്യനെ ഞാൻ ഒരിക്കലും കൈവിട്ടിട്ടില്ല, മനുഷ്യനോടുള്ള എൻ്റെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല, പിൻവലിക്കപ്പെടാത്ത സ്നേഹമാണ് എൻ്റെത്. അതുകൊണ്ട് മനുഷ്യൻ എത്ര വലിയ പാപം ചെയ്താലും അതിൻ്റെ പേരിൽ മനുഷ്യനെ ഞാൻ അവഗണിക്കുകയില്ല. കാരണം മനുഷ്യൻ അത്രമാത്രം വിലയുള്ളവനാണ്. പാപം ചെയ്തതിൻ്റെ പേരിൽ മനുഷ്യൻ്റെ വില അവിടുന്ന് കുറയ്ക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ പാപം അവനെതിരെ പരിഗണിക്കാതെ പാപം ചെയ്യാത്തവനെ പോലെ പരിഗണിക്കുന്നു. അതാണ് ഇവർ ചെയ്തത് എന്തെന്നറിയുന്നില്ല എന്ന് നിലപാടെടുത്തത്. ഈ ഒരു നിലപാടെടുക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് രക്ഷ കിട്ടുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം ദൈവത്തിൻ്റെ ക്ഷമ കിട്ടുക എന്നുള്ളതാണ്. മനുഷ്യൻ എന്ത് പ്രവൃത്തി ചെയ്താലും ദൈവം ക്ഷമിച്ചു എന്ന് വിശ്വസിക്കാൻ ന്യായമില്ല. എന്നാൽ ഈശോയുടെ കുരിശുമരണത്തിൽ ദൈവം ക്ഷമിച്ചു എന്ന് വിശ്വസിക്കാനുള്ള ന്യായമുണ്ട്. ദൈവം മനുഷ്യൻ്റെ പാപം അവർക്കെതിരെ പരിഗണിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ന്യായമുണ്ട്. പാപം ചെയ്യാത്ത ഒരാളെ പോലെ ദൈവം എന്നെ സ്വീകരിച്ചുവെങ്കിൽ
തീർച്ചയായിട്ടും ആ ദൈവത്തെ സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കും. എന്നാൽ എൻ്റെ പാപത്തിന് ഒരു പരിഹാരം ഞാൻ ചെയ്താൽ മാത്രമേ ദൈവം എന്നെ സ്വീകരിക്കൂ എന്ന് വന്നാൽ എന്ത് പരിഹാരം ചെയ്യാനാണ്? ഒരു പരിഹാരം ചെയ്താലും എൻ്റെ പാപത്തിൻ്റെ പരിഹാരം തീർന്നുവെന്ന് വിശ്വസിക്കാൻ ന്യായമില്ല. അന്ധനായി ഞാനിതാ പാദാന്തികത്തിൽ നിൽക്കുന്നു. അന്ധനായി ഞാനിതാ പാദാന്തികത്തിൽ നിൽക്കുന്നു. യേശുവേ നിരക്ഷയേകി ഉൾക്കണ്ണു തുറന്ന് തരണേ. ആശ്രയമിനി നീയൊരുവനിലാണെന്നും എങ്ങും ഹൃദയുടനാണ് മനസ്സിനെ നീറ്റുമ്പോൾ മറുവഴി നീ തരണേ. കർത്താവേ നീ അറിയുന്നു മനുജന്റെ വേദന, മരണത്തെ ജയിച്ചവൻ നീയല്ലോ. നിനി സനി ധനിരി സസദ പപദ പഗാമ സസ പപഗാമ മരിഗ പപരിരി ഗഗ സാ. നീ ധനിരി സാദാ പ പമഗ പസനീദഗ മദ പാഗ സഗ പ ദവ മഗരി ധനി സാ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ സത്യം ഇതാണ്: ദൈവം മനുഷ്യനെ കൊണ്ട് പരിഹാരം ചെയ്യിക്കുന്നില്ല. ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ദൈവത്തിൻ്റെ ഈ നിലപാട് മനുഷ്യൻ സ്വീകരിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ ദൈവം എൻ്റെ പാപം എനിക്കെതിരെ പരിഗണിക്കാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് ദൈവത്തോട് അനുരഞ്ജനപ്പെടാൻ പറ്റും. ദൈവത്തോടു കൂടിയുള്ളൊരു ജീവിതം എനിക്ക് സാധ്യമാണ്. അതുകൊണ്ട് ബലഹീനതയിൽ എനിക്കെതിരെ പാപം ചെയ്യുന്നവരെ നോക്കി ഞാൻ പറയണം, ഇവർ ചെയ്തെന്താന്ന് ഇവർ അറിയുന്നില്ല. അങ്ങനെ എനിക്കെതിരെ പാപം ചെയ്തവരെ പാപം ചെയ്യാത്തവരെ പോലെ ഞാൻ പരിഗണിക്കുമ്പോഴാണ് അവർക്കും അനുരഞ്ജനത്തിനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അങ്ങനെ അവരും അനുരഞ്ജനപ്പെടുന്നു. എന്നോടുള്ള അവരുടെ അനുരഞ്ജനം ദൈവത്തോടുള്ള അനുരഞ്ജനമായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ലോകം രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ഈ സന്ദേശം, രക്ഷയുടെ ഈ സന്ദേശം നാം മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കുന്നത് വഴി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയും ചെയ്യണം. രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഈ സത്യം എന്നെ രക്ഷയിലേക്ക് നയിക്കും, ദൈവത്തോടുകൂടിയുള്ള ഒരു ജീവിതത്തിലേക്ക് എന്നെ നയിക്കും. ഭയം കൂടാതെ എനിക്ക് ദൈവത്തോട് ഐക്യപ്പെടാൻ സാധിക്കും. അങ്ങനെ ദൈവിക ജീവനിൽ എനിക്ക് പങ്കുപറ്റാൻ പറ്റും. അങ്ങനെ ദൈവിക ജീവനിൽ പങ്കുപറ്റുന്നത് കൊണ്ട് എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും. മറ്റുള്ളവരെ സ്നേഹിക്കാനും പറ്റും. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് പാപം ചെയ്യുന്നതുകൊണ്ടാണ് കൃപ നഷ്ടപ്പെടുന്നതാണ് എന്നത്രേ. അല്ല, കൃപ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പാപം ചെയ്യുന്നത്. പുണ്യം ചെയ്യുന്നത് കൊണ്ടല്ല കൃപ ലഭിക്കുന്നത്. കൃപ സൗജന്യമായി ലഭിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പുണ്യപ്രവൃത്തി ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് എൻ്റെ ദൈവം സൗജന്യമായിട്ട് എനിക്ക് തരുന്ന പാപമോചനം വിശ്വാസം കൊണ്ട് ഞാൻ സ്വീകരിക്കണം. യേശുക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കി ഞാൻ വിശ്വസിക്കണം, എൻ്റെ ദൈവം എന്നെ വെറുതെ വിട്ടു. പിന്നെ പാപം ചെയ്യാത്ത ഒരാളെ പോലെ പരിഗണിച്ചു, ഒരു പുണ്യവാനെ പോലെ പരിഗണിച്ചു. അത് വിശ്വസിക്കുമ്പോഴാണ് ഞാൻ പുണ്യവാനാകുന്നത്. എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം എഴുതി തള്ളി മനസാന്തരപ്പെട്ട് ശിശുവിനെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശിശുവിനൊരു പൂർവ്വകാലമില്ല, ഒരു ജീവിതം ആരംഭിക്കുകയാണ് ശിശു. അതുപോലെ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർ, യേശുവിൻ്റെ പാപമോചനം സ്വീകരിക്കുന്നവർ, ഈശോ പഴയതെല്ലാം എഴുതി തള്ളിയതുകൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അങ്ങനെ പഴയതൊന്നും ഇല്ലാത്ത ഒരു പുതിയ ജീവിതം, യേശുവിൻ്റെ കൃപയിൽ നിറഞ്ഞൊരു ജീവിതം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ജീവിതം, തെറ്റെയ്യുന്നവരോട് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ജീവിതം, ഉള്ളതെല്ലാവരുമായിട്ട് പങ്കുവെച്ചു കൊടുക്കാൻ കഴിയുന്ന ജീവിതം അവർക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഈ പ്രഭാതത്തിൽ നമുക്ക് ലഭിച്ച ഈ നല്ല ചിന്തകളെ ഉൾക്കൊള്ളാം. പലരും ധരിച്ചിരിക്കുന്നത്
താൻ ചെയ്ത പാപത്തിന് തക്കതായ പരിഹാരം ചെയ്താൽ മാത്രമേ ദൈവം സ്വീകരിക്കൂ എന്നാണ്. അങ്ങനെയൊന്നില്ല. ദൈവം എന്നെ സ്വീകരിക്കുന്നു, നിരുപാധികം സ്വീകരിക്കുന്നു. ദൈവത്തിൻ്റെ ക്ഷമ ഉപാധിയില്ലാത്തതാണ്. ആ ക്ഷമ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോടും ഉപാധിയില്ലാതെ ക്ഷമിക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ വളരെ ലളിതമായ ഒരു ജീവിതം, ഭാരമില്ലാത്തൊരു ജീവിതം നയിക്കാൻ ഈ സത്യം നമ്മളെ സഹായിക്കും. അങ്ങനെ എല്ലാവരെയും കർത്താവ് വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്ക് വരിക, ഞാൻ നിങ്ങളെ ഭാരരഹിതരാക്കാം, ആശ്വസിപ്പിക്കാം. ഈശോ ആശ്വസിപ്പിക്കുന്നത് പാപമോചനം സൗജന്യമായി നൽകിക്കൊണ്ടാണ്. ഈ പാപമോചനം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സ്വതന്ത്രരാകാം. ഈ സത്യമാണ് നമ്മളെ സ്വതന്ത്രമാക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന്. ഈ സുവിശേഷം പ്രഘോഷിക്കുന്നവരായി നമുക്ക് മാറാം. ലോകം മുഴുവൻ ഈ സത്യം അറിയട്ടെ. എല്ലാവരും ഇതുവഴി സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗാമഗരിഗ പരിഗ സാ നീ സനി ധനി രി സാദാ പ പമഗ പ സനി ദഗ മദ പാഗ സഗ പ തപ മഗ രി സാരി ഗ പമഗ പ സനി ദഗ മദ പാഗ സഗ പ തപ മഗ രി ധനി സാ ഗാരി ഗ മഗ പമ പരി നി രി ഗരി സനി ധ പ ഗാരി ഗ മഗ പമ പരി നി രി ഗരി സനി ധ പ ഗാരി ഗ ധ പ പമ ഗാരി ധ നി രി സ സ സ സ സ സ ഗ മ പ പ പ പ പ പ ത ധ പ മ ധി നി സ രി ഗ മ മ മ മ മ മ പ ഗ സ ഗ ഗ മ പ പ പ പ പ പ ധ ധ പ മ ധി നി സ രി ഗ മ മ മ മ മ മ പ ഗ സ ഗ സ ഗ പ പ ധ നി സ നി ധ പ മ ഗ പ മ ഗ രി സ നി സ സ സ സ സാ നി സാ രി സാ നി നി പ നി ധ നി സ ധ മ മ പ സാ നി സാ രി സാ നി നി പ നി ധ നി സ ധ മ മ പ സാ നി ഗ രി രി സ സാ നി ധ പ മ ധ വ മ മ മ മ മ മ മ മ ഗ മ പ പ പ പ രി സ പ പ പ പ പ രി സ സാ നി 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 ധ പ പ മ മ മ മ മ ഗ പ പ ഗാരി സ പ പ പ പ പ ഗാരി സ സാ നി 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 ധ പ പ മ മ മ മ മ ഗ പ പ ഗാരി സ നി സ രി ഗ മ ഗ നി സ ധ പ ഗ സ ഗ ഗ മ മ രി ഗ പ പ രി രി ഗ ഗ സ നി നി സ നി ധ നി രി രി സ സ ധ ധ പ പ ധ പ ഗ മ സ സ പ പ ഗ മ മ രി ഗ പ പ രി രി ഗ ഗ സ നി ധ നി രി സ ധ പ പ മ ഗ പ സ നി ധ ഗ മ ധ പ ഗ സ ഗ പ ധ പ മ ഗ രി സ രി ഗ പ മ ഗ പ സ നി ധ ഗ മ ധ പ ഗ സ ഗ പ ധ പ മ ഗ രി ധ നി സ ധ പ മ ഗ രി ധ നി സ ധ പ മ ഗ രി ധ നി സ ഗ പ സ ഗ